കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം എക്കൈനോഡെർമേറ്റയുടെ ഒരു ക്ലാസ് കണ്ടല്ലേ, ക്ലാസ് ക്രിനോയിഡേക്കകത്ത് എക്സാമ്പിൾ ഏതാണ് നമ്മൾ പഠിച്ചത്? ആൻറ്റീഡൻ. ഇനിയും നമുക്ക് രണ്ടാമത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം, അതായത് ക്ലാസ് ആസ്റ്ററോയിഡേ. ആസ്ട്രോയിഡയുടെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ആസ്ട്രയാസ്, ആസ്ട്രോപെക്ടൻ, സൊലാസ്റ്റ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആസ്ട്രോപെക്ടനാണ്. അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് ആസ്ട്രോയിഡയെക്കുറിച്ചും ആസ്ട്രോപെക്ടനെക്കുറിച്ചും പഠിക്കാം. പിന്നെ ഇപ്പോൾ ഓർത്തപ്പോഴാണ്, നിങ്ങൾ കുറച്ച് പേരാണെങ്കിൽ ഒന്ന് രണ്ട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു. ഈ ക്രിനോയിഡയുടെ ലാർവൽ സ്റ്റേജ് നിങ്ങൾ റെഫർ ചെയ്തപ്പം വിറ്റിലേറിയ എന്നാണെന്നും, എന്നാൽ ഞാൻ ക്ലാസ്സിൽ ഡോളിയോലാറിയ എന്നാണ് പറഞ്ഞതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഡോളിയോലാറിയ തന്നെയാണ് ഈ വിറ്റിലേറിയ. രണ്ട് പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. രണ്ടും ക്രിനോയിഡയുടെ ലാർവൽ സ്റ്റേജ് തന്നെ കേട്ടോ. ഇനി നമുക്ക് ക്ലാസ് ആസ്ട്രോയിഡയെക്കുറിച്ച് പഠിക്കാം. ക്ലാസ് ആസ്ട്രോയിഡയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ്, അതായത് ഓരോ സെയിലിൻ ഫീച്ചേഴ്സ് പഠിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ തരാം. എന്നിട്ട് നമുക്ക് പോയിൻ്റായിട്ട് പഠിക്കാം. അപ്പോൾ ക്ലാസ് ആസ്ട്രോയിഡേ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ആ വേർഡിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. അതൊരു ഗ്രീക്ക് ഒറിജിനാണ്. ആ വേർഡ് വരുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ആസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ആസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്നാണ്. ഇഡോസ് എന്ന് പറഞ്ഞാൽ ഫോം എന്നാണ്. അപ്പം അതിൽ നിന്നാണ് ആസ്ട്രോയിഡേ എന്ന് പറയുന്ന ഈ ക്ലാസ് വന്നേക്കുന്നത്. ഏകദേശം 1500 തൊട്ട് 1600 ആ ഒരു റേഞ്ചിൽ ഈ സ്പീഷീസ് ഈ ക്ലാസ് ആസ്ട്രോയിഡേക്കകത്തുണ്ട്. പിന്നെ നിങ്ങൾ ആ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, അതൊരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഫ്രീ ലിവിങ് എക്കൈനോഡേമാണ്. കോമൺലി അറിയപ്പെടുന്നത് സ്റ്റാർ ഫിഷസ് അല്ലെങ്കിൽ സീ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞാണ് കോമൺലി അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നല്ലേ പെൻഡാമറസ് എന്താണെന്ന്. അപ്പോൾ ഈ ക്ലാസ് ആസ്ട്രോയിഡയും പെൻഡാമറസ് ആണ്. ഇവർക്കൊരു ക്ലാസ് ആസ്ട്രോയിഡയ്ക്ക് ഒരു സെൻട്രൽ ഡിസ്ക് ഉണ്ട്. അതിൽ നിന്ന് 5 റേഡിയേറ്റിംഗ് ആംസ് വെളിയിലോട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പിക്ചർ നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആണല്ലേ. പിന്നെ പെഡിസിലേറിയ എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ജോ ലൈക്ക് അപ്പൻഡേജ് ഉണ്ട്. അതിൻ്റെ പേരാണ് പെഡിസിലേറിയ. അത് ബോഡിയുടെ സർഫസിൽ കാണാം. ഇതിൻ്റെ ഫങ്ഷന് ഓർഗാനിസത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനാണ്. ഈ ബോഡി സർഫസിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സെറ്റിൽ ഡൗൺ ചെയ്യാമല്ലോ. അതിങ്ങനെ ഓരോരുത്തടുത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഓർഗാനിസമാണല്ലോ ആസ്ട്രോയിഡേ ക്ലാസ്സിനകത്ത് വരുന്ന ഓർഗാനിസംസ്. അപ്പം അതിൻ്റെ ബോഡി സർഫസിൽ എന്തെങ്കിലും കിടന്നാൽ അതിനെ റിമൂവ് ചെയ്ത് കളയാനും, പിന്നെ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ബോഡിയിൽ റിമൂവ് ചെയ്ത് കളയാനും ഒക്കെ പെഡിസിലേറിയെ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാർ ഫിഷ്. ഇനി ഇതിൻ്റെ മൗത്ത് കാണുന്നത് സെൻട്രലായിട്ടാണ്. പക്ഷേ അതിൻ്റെ താഴത്തെ സൈഡിൽ അതിന് പറയുന്നതാണ് ഓറൽ സർഫസ് എന്ന്. ആ ഡിസ്കിൻ്റെ അണ്ടർ സൈഡിലാണ് മൗത്ത് കാണുന്നത്. ആ ഒരു സർഫസിന് പറയുന്നത് ഓറൽ സർഫസ് ആണ്. എന്നാൽ അപ്പുറത്തെ മുകളിലെ സർഫസിൽ അപ്പർ സർഫസ് അത് അബോറൽ സർഫസ് ആണ്. ഇവിടെ ഡോർസോ വെൻട്രൽ എന്ന ടേം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. താഴെ പറ്റിപ്പിടിച്ചപ്പോൾ നമ്മളൊരു റോക്കിനോട് പറ്റിപ്പിടിച്ച് ഒരു സ്റ്റാർ ഫിഷിനെ കാണുവാൻ, ആ സ്റ്റാർ ഫിഷ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു താഴത്തെ ഭാഗത്ത് ഓറൽ സർഫസ് എന്നും, മേളിലെ ആ ഭാഗത്തിന് അപ്പർ സർഫസിന് അബോറൽ സർഫസ് എന്നും പറയും. മൗത്ത് കാണുന്നത് സെൻട്രലായിട്ടാണ്. അതിൻ്റെ ഓറൽ സർഫസിൻ്റെ സൈഡിലാണ് മൗത്ത് കാണുന്നത്. പിന്നെ ഓരോ ആമിലോട്ടും റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ഫുറോ എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല, ഒരു വൈറ്റ് ഫുറോ ഉണ്ട്. അതിനാണ് ആംബുലാക്രൽ ഗ്രൂവ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആംബുലാക്രൽ ഗ്രൂവും അതിൻ്റെ ഓറൽ സർഫസിൽ താഴെയാണ് കാണപ്പെടുന്നത്, ആംബുലാക്രൽ ഗ്രൂവ്. ഇനി ഓരോ ആംബുലാക്രൽ ഗ്രൂവിലും ഒരു 2-4 2 ഫീറ്റ് ഉണ്ട്. 2 ഫീറ്റ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, 2 ഫീറ്റ് ഉണ്ട്. അതിന് സക്കേഴ്സ് ഉണ്ട്. 2 ഫീറ്റിന് അല്ലെങ്കിൽ വേറൊരു പേരാണ് പോഡിയ. ഈ 2 ഫീറ്റിൽ സക്കേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ അബോറൽ സർഫസിൽ അപ്പർ സൈഡിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിന് പറയുന്നതാണ് മാഡ്രിപോറൈറ്റ്. ഇതൊക്കെ നിങ്ങൾ ഓർക്കണം. എന്താണ് ഓറൽ സർഫസ്, എന്താണ് അബോറൽ സർഫസ്, എന്താണ് ആംബുലാക്രൽ ഗ്രൂവ്, പിന്നെ മാഡ്രിപോറൈറ്റ് എന്താണെന്ന്. മാഡ്രിപോറൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അബോറൽ സർഫസിൽ മുകളിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനാണ്, ആ ഒരു ഓപ്പണിങ്ങിനാണ് മാഡ്രിപോറൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ആസ്ട്രോയിഡയെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് അതിൻ്റെ സെയിലിയൻ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഓരോ പോയിന്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ആസ്ട്രോയിഡയിൽ ഉള്ള ഓർഗാനിസംസ് ഫ്ലാറ്റൻഡ് ആണ്, ഫ്രീ ലിവിങ് എക്കൈനോഡേംസ് ആണ് കോമൺലി അറിയപ്പെടുന്നത്. സീ സ്റ്റാർസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷസ്.
സ്റ്റാർ ഫിഷസിനെ കുറിച്ച് കേൾക്കാത്തതായിട്ട് ആരും തന്നെ കാണില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സബ്ജക്റ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്റ്റാർ ഫിഷസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു ക്ലാസ്സുകളിൽ ഒന്നാണ് ക്ലാസ് ആസ്ട്രോയിഡിയ, അതിനകത്ത് വരുന്ന ആസ്ട്രോപെക്ടനും. ഇനി നമുക്ക് അതിൻ്റെ സെയിലിൻ ഫീച്ചേഴ്സ് പോയിൻ്റായിട്ട് പോകാം. പോയിൻ്റായിട്ട് പഠിക്കുമ്പം നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇതെല്ലാം കൂടെ കാണാതെ പഠിച്ചു വെച്ചാൽ അവസാനം എല്ലാ ക്ലാസ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ആ ഓർഗാനിസത്തെ മനസ്സിലോർത്തിട്ട് അത് വെച്ച് റിലേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പം ക്ലാസ് ആസ്ട്രോയിഡിയയുടെ ഒന്നാമത്തെ സെയിലിൻ ഫീച്ചർ അത് സ്പൈനിയാണ്. ഫ്ലാറ്റൻഡ് ആൻഡ് പെൻറ്റഗണൽ ബോഡി വിത്ത് സെൻട്രൽ ഡിസ്ക്. ഒരു സെൻട്രൽ ഡിസ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, ഒരു സെൻട്രൽ ഡിസ്കിൽ നിന്ന് 5 ആംസ് വരുന്ന കാര്യമൊക്കെ, റേഡിയൽ ആംസ് വരുന്ന, അതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പഠിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പൈനി ആയിട്ടുള്ള പെൻറ്റഗണൽ ബോഡിയാണ് അതിനുള്ളത്. ഒരു സെൻട്രൽ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിൽ നിന്ന് ആംസ് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, റേസ് ആയിട്ട്. പിന്നെ അത് എത്ര എണ്ണമായിരിക്കും? 5 എണ്ണമായിരിക്കും അല്ലേ? ഇങ്ങനെ 5 റേഡിയേറ്റിംഗ് ആംസ് ഒക്കെ വരുന്നത് നമ്മൾ ഓരോ ഫീച്ചറായിട്ട് പഠിക്കുമ്പോഴും ക്ലാസ് ക്ലിനോയിഡിയക്കകത്ത് ചില ഓർഗാനിസത്തിന് അതിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാതെ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 5, 15 അല്ലെങ്കിൽ 20, അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് എത്രയാണെങ്കിലും അതൊരു 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും നമുക്ക് ഇതിനകത്ത് കാണുന്ന ഓർഗാനിസത്തിൻ്റെ റേഡിയൽ ആംസ് കാണാൻ പറ്റുക. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും പഠിക്കുമ്പം, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് കാണിക്കുന്ന ആ ഒരു ഫീച്ചർ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി 5 റേഡിയൽ ആംസ് ഒക്കെയാണ് ഒരു ക്ലാസ് ആസ്ട്രോയിഡിയക്കകത്ത് വരുന്നത്. പിന്നെ ഇതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓറൽ ആൻഡ് അബോറൽ സർഫസ് ഉണ്ട്. നമ്മളിവിടെ എന്താ വെൻട്രൽ ആൻഡ് ഡോർസൽ എന്നല്ല പറയുന്നത്, ഓറൽ അബോറൽ. താഴെ ആണ് ഓറൽ, ആ പാറയോട് പറ്റി പിടിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗമാണ് ഓറലായിട്ട് വരുന്നത്. അബോറൽ എന്ന് പറയുമ്പോൾ മുകളിലത്തെ അപ്പർ സർഫസ് ആണ്. ഇതിനകത്ത് മൗത്ത്, ആംബുലാക്രൽ ഗ്രൂവ്സ് അതൊക്കെ കാണുന്നത് അതിൻ്റെ ലോവർ സൈഡിൽ, അതായത് ഓറൽ സർഫസിലാണ്. പിന്നെ ഏനസും മാഡ്രിപ്പൊറേറ്റും ഒക്കെ കാണുന്നത് അപ്പർ സൈഡിലാണ്, അബോറൽ സർഫസിലാണ്. ക്ലാസ് ആസ്ട്രോയിഡിയയുടെ ആംബുലാക്രൽ ഗ്രൂപ്പ്സ് കാണുന്നത് ഓപ്പൺ ചാനൽസ് ആയിട്ടാണ്. അതിനകത്ത് ഈ 2 ഫീറ്റ് സ്റ്റഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ആണ്. സ്റ്റഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ അതിനോട് ചേർത്ത് ഫിക്സ്ഡ് ആക്കി വെച്ചേക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത് ആംബുലാക്രൽ ഗ്രൂപ്പ്സിൽ കാണപ്പെടുന്നത്. എന്ത്? ട്യൂബ് ഫീറ്റ്. അടുത്തൊരു സെയിലിൻ ഫീച്ചർ, ക്ലാസ് ആസ്ട്രോയിഡിയയുടെ ഒരു സെയിലിൻ ഫീച്ചറാണ് അതിൻ്റെ ഡെർമൽ ഒസിക്കിൾസിനെ പറ്റി. ഡെർമൽ ഒസിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ എക്കൈനോഡേംസിൻ്റെ ഡെർമിസിൽ, അതായത് അതിൻ്റെ ബോഡി വോളിൽ കാൽക്കേരിയസ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് എംബഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഡെർമൽ ഒസിക്കിൾസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഈ സ്പീഷീസിനുള്ള ഈ ഓർഗാനിസത്തിന് റിജിഡിറ്റിയും പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു ഒസിക്കിൾസ് ആണ് ഡെർമൽ ഒസിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഡെർമൽ ഒസിക്കിൾസ് ക്ലാസ് ആസ്ട്രോയിഡിയയിൽ കാണുന്നത് സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ്, വളരെ ലൂസായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് കിടക്കുന്ന സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് ഡെർമൽ ഒസിക്കിൾസ് കാണുന്നത് ക്ലാസ് ആസ്ട്രോയിഡിയയിൽ. ഇനി നമുക്ക് ക്ലാസ് ആസ്ട്രോയിഡിയയുടെ ഓരോ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ പല ഓരോ സിസ്റ്റവും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എങ്ങനെയാണെന്ന്. അപ്പം നിങ്ങളോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓർഗാനിസം ചോദിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അതായത് ആ ഓർഗാനിസം എവിടെയാണ് കാണപ്പെടുന്നത്, ആ ഓർഗാനിസത്തിന് അങ്ങനെ പേര് വരാൻ കാരണം എന്താണ്, പിന്നെ അതിനകത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഓരോ പ്രത്യേകതകൾ, അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഓരോ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, പിന്നെ അതിനെന്തെങ്കിലും ലാർവൽ ഫോംസ് ഉണ്ടോ, ഇതൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്കിപ്പം ക്ലാസ് ആസ്ട്രോയിഡിയയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം മൗത്ത് തൊട്ട് ഏനസ് വരെ ഉണ്ട്. പക്ഷേ മൗത്ത് ഓറൽ സർഫസിലും ഏനസ് അബോറൽ സർഫസിലും ഇങ്ങനെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ റെസ്പിറേഷൻ നോക്കുവാണെങ്കിൽ റെസ്പിറേഷൻ 2 ഫീറ്റ്, നമ്മൾ നേരത്തെ പഠിച്ച 2 ഫീറ്റിൽ കൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതിനൊരു ചെറിയ ഒരു പാപ്പുലൈ എന്ന് പറയുന്ന തിൻ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഈ ഒരു സ്ട്രക്ചർ റെസ്പിറേഷന് മാത്രമല്ല, അതായത് ഗ്യാസ് എക്സ്ചേഞ്ചിന് മാത്രമല്ല, നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഓരോ നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്ത് കളയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ക്ലാസ് ആസ്ട്രോയിഡിയയ്ക്ക് വളരെ പുവറായിട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എന്നാൽ നെർവസ് സിസ്റ്റത്തിന് ഒരു സർക്കമോറൽ റിംഗ് ഉണ്ട്. ഈ ഒരു സർക്കമോറൽ റിംഗ്, അതായത് ആ നെർവസ് സിസ്റ്റത്തിൻ്റെ സർക്കമോറൽ റിംഗിൽ നിന്ന് ഓരോ ആമിലേക്കും
ഒരു ലാർജ് റേഡിയൽ നെർവ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലാസ് ആസ്ട്രോയിഡിയയുടെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് തന്നെ പറയുന്നത് ഇതിൻ്റെ പവർ ഓഫ് റീജനറേഷനാണ്. ഇപ്പോൾ ഒരു സെൻട്രൽ ഡിസ്കിൻ്റെ ഭാഗം കൂടെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം ആമിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ട് പോയാൽ കൂടെ ഇതിന് റീജനറേറ്റ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ അസെക്ഷലോ സെക്ഷലോ ആകാം. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സെൻട്രൽ ഡിസ്ക് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ആ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിന് പറയുന്ന ആ ഒരു പേരാണ് ഫിസിപാരിറ്റി. ഇങ്ങനെ സെൻട്രൽ ഡിസ്ക് ഡിവൈഡ് ചെയ്ത് വരുന്ന ഓരോ ഹാഫും മിസ്സിംഗ് പോർഷൻ റീജനറേറ്റ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. പിന്നെ ആസ്ട്രോയിഡയുടെ സെക്സസ് യൂഷ്വലി സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിട്ടാണ് നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് 2 ലാർവൽ സ്റ്റേജസിൽ കൂടെയാണ് സാധാരണഗതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഒന്ന് ബൈപ്പനേറിയ, പിന്നെ വരുന്നത് ബ്രാങ്കിയോലേറിയ. ബൈപ്പനേറിയയും ബ്രാങ്കിയോലേറിയാണ് ഇതിൻ്റെ ലാർവൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 ലാർവൽ സ്റ്റേജസ് ഉള്ളതുകൊണ്ട് ഇത് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഓർത്തോണം, ആദ്യത്തെ ലാർവയാണ് ബൈപ്പനേറിയ, പിന്നെ വരുന്നതാണ് ബ്രാങ്കിയോലേറിയ ലാർവ. അപ്പം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1500 തൊട്ട് 1600 ലിവിങ് സ്പീഷീസ്, ആ ഒരു റേഞ്ചിൽ അത്രയും ലിവിങ് സ്പീഷീസ് ഓഫ് ആസ്ട്രോയിഡ്സ് ഉണ്ട് നമുക്ക്. വേൾഡ് വൈഡ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയാസ്, ആ കോസ്റ്റൽ വാട്ടേഴ്സിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ആസ്ട്രോയിഡ്സ് കാണപ്പെടുന്നത്. പിന്നെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് ആസ്ട്രിയാസ്, ആസ്ട്രോപെക്ടൻ, പെൻഡാസറസ്, സൊളാസ്റ്റർ, എക്കൈനാസ്റ്റ്, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ആസ്ട്രോപെക്ടനെ കുറിച്ചാണ്. ആസ്ട്രോപെക്ടൻ കാണപ്പെടുന്നത് ലഗൂണിൻ്റെയും ബേയിൻ്റെയും ഒക്കെ സാൻഡി ബോട്ടം, ആ ഒരു ഏരിയയിലാണ് ആസ്ട്രോപെക്ടൻ കാണപ്പെടുന്നത്. ഇവർ കാണിക്കുന്നത് നൊക്ടേണൽ ബിഹേവിയർ ആണ്. കാരണം ഇത് ആക്റ്റീവ് ആകുന്നത് കൂടുതൽ നൈറ്റിലാണ്. ഹണ്ട് ചെയ്യാനും മേറ്റ് ചെയ്യാനും ഒക്കെ രാത്രിയിലാണ് ആക്റ്റീവായി, അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സിനെ ഹീറ്റിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിരിക്കാം. എന്താണെങ്കിലും ഇവർ ആക്റ്റീവ് ആകുന്നത് നൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ നൊക്ടേണൽ ആനിമൽസ്, രാത്രിയിലാണ് അവർ കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. പിന്നെ ഡേ ടൈമിലൊക്കെ ഇവർ സാൻഡിൽ ബറി ചെയ്ത്, സാൻഡിൻ്റെ ഉള്ളിലായിട്ട് ബറി ചെയ്ത് കിടക്കും. ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ഓവറോൾ ഐഡിയ തരാം, എന്നിട്ട് നമുക്ക് പോയിന്റ് ആയിട്ട് പഠിക്കാം. അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ട് നിങ്ങൾ പോയിന്റായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ ആസ്ട്രോപെക്ടനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പം ഇവർക്ക് 5 ട്രയാങ്കുലർ ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് ആംസ് ഉണ്ട്. ആ പിക്ചർ നോക്കി നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവരുടെ അബോറൽ സർഫസിൽ ചെറിയ പെഗ് ലൈക്ക് പ്ലേറ്റ്സ് കാണാം. അതിൻ്റെ പേരാണ് പാക്സിലെ കാണുന്നത് അപ്പർ സൈഡ് അബോറൽ സർഫസിലാണ്. ഇവരുടെ 2 ഫീറ്റ് അതിന് സക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഇച്ചിരി പോയിന്റഡ് ആയിട്ടുള്ള ഒരു 2 ഫീറ്റാണ് ഇവർക്കുള്ളത്. പിന്നെ ഇവർ കാർണിവോറസ് ആണ്. സ്നെയിൽസിനെയും ബയൽവാൽസിനെയും ക്രസ്റ്റേഷ്യൻസിനെയും പോളിഗേറ്റ്സിനെയൊക്കെ കഴിക്കുന്ന കാർണിവോറസ് ആയിട്ടുള്ളൊരു ഫീഡിങ് ഹാബിറ്റുള്ള ഓർഗാനിസംസ് ആണ് ആസ്ട്രോപെക്ടൻ. പിന്നെ ഇവർ അതിനെ കഴിക്കുമ്പം മൊത്തമായിട്ട് സോളോ ചെയ്യുന്നത്, എന്നിട്ട് സ്റ്റൊമക്കിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്തെടുക്കും. അതാണ് ഇവരുടെ ഫീഡിങ് ഹാബിറ്റ്. ഇപ്പം നിങ്ങൾക്ക് ആസ്ട്രോപെക്ടനെ കുറിച്ചൊരു ഐഡിയ ഓർത്തിരിക്കാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ ആയില്ലേ. ഇനി ഓരോന്നും ഓരോ സെയിലിയൻ ഫീച്ചേഴ്സ് ഓരോന്നും പോയിന്റായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. ആസ്ട്രോപെക്ടൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സ്റ്റാർ ഫിഷ് ഇല്ലേ, അതാണ് ഈ ആസ്ട്രോപെക്ടൻ. ഇതൊരു സോളിറ്ററി ആനിമലാണ്. നമ്മൾ സ്റ്റാർ ഫിഷിനൊക്കെ കാണുമ്പോൾ ഒറ്റയ്ക്കല്ലേ കാണുന്നത്. അതിനാണ് സോളിറ്ററി എന്ന് പറയുന്നത്. സോളിറ്ററി ആനിമൽസ് ആണ്. അത് അവരുടെ ജീവിതത്തിൽ ഒരു മജോറിറ്റി ഓഫ് സമയവും അവർ ഒറ്റയ്ക്കായിരിക്കും കാണപ്പെടുന്നത്. എക്സെപ്ഷൻ മേറ്റിങ്ങിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ യങ് വൺസിലൊക്കെ റേസ് ചെയ്യുന്ന ആ ഒരു സമയം ഒഴിച്ച് ബാക്കി മിക്ക സമയത്ത് അവരുടെ ലൈഫിൽ അവർ ഒറ്റയ്ക്കാണ് കാണപ്പെടുന്നത്. ആസ്ട്രോപെക്ടൻ എന്ന് പറയുന്ന ഒരു സ്ലഗ്ഗിഷ് ആനിമലാണ്. അത് വളരെ പതുക്കെ സീ ബോട്ടത്തിൽ കൂടെ വളരെ പതുക്കെ ക്രീപ്പ് ചെയ്തു പോകുന്ന ഒരു സ്ലഗ്ഗിഷ് ആനിമലാണ് ആസ്ട്രോപെക്ടൻ. മോസ്റ്റ് ഓഫ് ദി അത് എസ്പെഷ്യലി രാവിലെ സമയങ്ങളിൽ, ഡേ ടൈമിൽ അത് സാൻഡിൻ്റെ ഉള്ളിൽ ബറി ചെയ്ത് ഇരിക്കും. സ്റ്റാർഫിഷിൻ്റെ ബോഡി ഫ്ലാറ്റ് പെൻഡാമറസ് ആണ്. പിന്നെ അതിന് അപ്പറായിട്ട് അബോറൽ സർഫസും ലോവർ ഓറൽ സർഫസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് സെൻട്രൽ ഡിസ്ക് ഉള്ള കാര്യവും അതിൽ നിന്ന് 5 റേഡിയൽ ആംസ് അറൈസ് ചെയ്യുന്ന കാര്യമൊക്കെ ഇതൊക്കെ ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയത്തക്ക രീതിയിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. മൗത്ത് എവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? ലോവർ സർഫസിൽ. മാട്രിപ്പൊറൈറ്റ് എന്താ ഓർമ്മയുണ്ടോ? വാട്ടർ വാസ്കുലർ സിസ്റ്റം.
ഓട്ടോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ് ആണ് മാട്രിപോറൈറ്റ്. അത് എവിടെയാണ്? അബോറൽ സർഫസിൽ. ഇതിന് ആസ്ട്രോപെക്റ്റിന് ഏനസ് ആബ്സെൻ്റ് ആണ് കേട്ടോ. പിന്നെ മൗത്ത് സറൗണ്ട് ചെയ്ത് ഒരു സ്ട്രക്ചർ കാണാം. അത് ലെതറി മെംബ്രെയിനായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പേരാണ് പെരിസ്റ്റോം. മൗത്തിൽ നിന്ന് തുടങ്ങി ആംസിൻ്റെ ടിപ്പ് വരെ 5 ആംസ് ഉണ്ടല്ലോ. അപ്പോൾ 5 ആംബുലാക്രൽ ഗ്രൂവ്സ് ഉണ്ട്. ആംബുലാക്രൽ ഗ്രൂവ്സ് ഒക്കെ എന്താ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലേ. ഈ ഓരോ ആംബുലാക്രൽ ഗ്രൂവ്സിലും ട്യൂബ് ഫീറ്റിങ്ങിന് സ്റ്റഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഓരോ ആമിലും ഒരു ടെൻഡക്കിളും ഉണ്ട്, ഒരു ഐസ് പോട്ടും ഉണ്ട്. ഈച്ച് ആം, ഓരോ ആമിലും ഒരു ടെൻഡക്കിളും ഒരു ഐസ് പോട്ടും ഉണ്ട്. സ്റ്റാർ ഫിഷിൻ്റെ അബോറൽ സർഫസിൽ ആ ഡിസ്കിൻ്റെ ആംസിൻ്റെ ഒക്കെ ആ ഭാഗത്ത് അതിൻ്റെ അപ്പർ സൈഡിൽ ന്യൂമറസ് ആയിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള ബണ്ടിൽസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ബ്ലണ്ട് ആയിട്ടുള്ള സ്പൈൻസ് ഉണ്ട്. ഈ സ്പൈൻസിനാണ് പാക്സില എന്ന് പറയുന്നത്. പാക്സില എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റാർ ഫിഷിൻ്റെ മേൾ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുള്ളു പോലെ നിൽക്കുന്ന വളരെ ചെറിയ ഷോർട്ടായിട്ടുള്ള എന്നാൽ ബ്ലണ്ട് ആയിട്ടുള്ള സ്പൈൻസ് ഉണ്ട്. അത് ബണ്ടിലായിട്ടാണ് അറേഞ്ച് വെച്ചേക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പാക്സില എന്ന് വിളിക്കുന്നത്. ഈ ഓരോ പാക്സിലയുടെയും ബേസൽ സ്റ്റോക്കിലോട്ട് നോക്കുവാണെങ്കിൽ അതൊരു സർക്കുലർ റീജിയനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ ഈ പാക്സിലയുടെ ഇടയ്ക്കായിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡെർമൽ ബ്രാങ്കേസ്, ഓരോ പാക്സിലയുടെ ഇടയ്ക്ക് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡെർമൽ ബ്രാങ്കിയ ഉണ്ട്. അതെന്ന് പറയുന്നത് ഹോളോ ആയിട്ടുള്ള ഔട്ട്ഗ്രോത്ത്സ്. ഈ ബോഡി വോളിൻ്റെ ഹോളോ ഔട്ട്ഗ്രോത്ത്സ് ആണ് ഈ ഡെർമൽ ബ്രാങ്കിയ എന്ന് പറയുന്നത്. ആസ്ട്രോപെക്റ്റിൻ്റെ ബോഡി വോൾ അത് വളരെ തിന്ന് സോഫ്റ്റ് ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോഡി വോളാണ് ആസ്ട്രോപെക്റ്റിനുള്ളത്. പിന്നെ ബോഡി വോളിൽ ഡെർമൽ ഒസിക്കിൾസ് ഉള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ന്യൂമറസ് ആയിട്ടുള്ള കാൽക്കേരിയസ് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്. അത് ബോഡി വോളിലുള്ള അതാണ് ഡെർമൽ ഒസിക്കിൾസ്. അതൊക്കെ ഉണ്ട്. പിന്നെ സെക്സസ് സെപ്പറേറ്റ് ആയിട്ടാണ്. ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും എക്സ്റ്റേണൽ ആണ്. പോരാത്തതിന് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. പല ലാർവൽ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ആസ്ട്രോപെക്റ്റിൻ്റെ കേസിൽ അതിനൊരു ഫീച്ചർ ഉള്ളത്, അതിന് ബൈപ്പനേറിയ എന്ന് പറയുന്ന ലാർവൽ സ്റ്റേജേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇതിൻ്റെ ക്ലാസ് പഠിച്ചപ്പോൾ 2 ലാർവൽ സ്റ്റേജ് പഠിച്ചല്ലേ. അതിനകത്ത് ഒരു ലാർവൽ സ്റ്റേജ് മാത്രമേ ഉള്ളൂ, ബൈപ്പനേറിയ. അതെന്ന് പറയുന്നത് സീലിയേറ്റഡ് ആയിട്ടുള്ള ഫ്രീ സ്വിമ്മിങ് പെലാജിക് ലാർവയാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ബ്രാക്യോലാറിയ സ്റ്റേജ് ഇല്ല. പകരം ബൈപ്പനേറിയ ലാർവ മാത്രമേ കാണുന്നുള്ളൂ. ഇതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇതോടുകൂടി നമ്മുടെ ഫൈലം എക്കൈനോഡെർമേറ്റയിലെ 2 ക്ലാസ്സസ് തീരാണ്. ക്ലാസ് ക്രിനോയിഡേയും പിന്നെ ക്ലാസ് ആസ്ട്രോയിഡേയും. 2-നകത്ത് നമ്മൾ ക്രിനോയിഡേക്കകത്ത് ആൻറ്റിഡൻ പഠിച്ചു, ആസ്ട്രോയിഡേക്കകത്ത് ആസ്ട്രോപെക്റ്റിൻ പഠിച്ചു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസ് ഒഫയൂറോയിഡയാണ്. അതിനകത്ത് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത് ഒഫിയോത്രിക്സ് ആണ്. ഇപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.